പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അതായത് ഇങ്ങനെ ഒരു ക്ലേശകാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രണ്ടാമത്തെ എന്താ, ഒന്ന് എളിമപ്പെടണം. എളിമപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്, ഈ വലതുവശത്തെ കള്ളനാണ് പറയണത് എന്താണ്, അയാൾ എളിമപ്പെട്ട ഉടനെ, കാര്യം നമ്മൾ ഈ ശിക്ഷ അനുഭവിക്കുന്നത് നമ്മളുടെ കൈയിരിപ്പ് കൊണ്ടാണ്. അപ്പം നിങ്ങൾ അനുഭവിക്കുന്ന എന്ത് പ്രയാസമായാലും അത് നമ്മളുടെ പാപത്തിന് പരിഹാരമായിട്ട് നമ്മളത് മാറ്റണം. അതാണ് നല്ല കള്ളൻ ചെയ്യണത്. അതുകൊണ്ട് കാഴ്ചവെക്കണം. അതിനകത്ത് നിരാശപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യരുത്. നിരാശപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യണത് ഇടതുവശത്തെ കള്ളനാണ്. വലതുവശത്തെ കള്ളന് നിരാശ സങ്കടമില്ല. വലതുവശത്തെ കള്ളൻ അപ്പോഴും പറയണത് ഇത് നമ്മുടെ കയ്യിരിപ്പ് കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്. അതിനെന്തിനാണ് ദൈവത്തെ കുറ്റം പറയണത്? അവൻ പരിശുദ്ധനാണ്, കുറ്റമില്ലാത്തവനാണെന്ന് പറയും. അത് ഭയങ്കരമായൊരു പ്രഖ്യാപനമാണ്. ഈ പ്രഖ്യാപനത്തോടു കൂടി നല്ല കണ്ടലിൻ്റെ സമയത്തെ ദൈവം ചുരുക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? കർത്താവ് തിരിയാൻ പറ്റാത്തൊരു സമയമാണത്. കാര്യം ഒരു കൊട്ടം മുൾക്കിരീടം തലയോട്ട് തുളച്ചകത്ത് കയറിയിട്ട് കറുത്ത ചോര കണ്ണിക്കൂടി ഒഴുകിയിട്ട് അവൻ വീണത് കാരണം മണ്ണും കപ്പി ഇരുന്നിട്ട് ശ്വാസവും പോയി അവൻ ഡീഹൈഡ്രേഷൻ ചെയ്ത ശരീരമാണ് കുരിശ കിടക്കണത്. ഈ വെയിൽ മുഴുവനും കൊണ്ട് 10 മണി തൊട്ട് വൈകുന്നേരം 12 മണി വരെ കുരിശ പിന്നെ കിടന്ന് 3 മണിക്കാണ് മരിക്കണത്. അപ്പോൾ ഈ സമയത്തെല്ലാം ഇവൻ്റെ ബോഡി ഡീഹൈഡ്രേറ്റഡാണ്. 6 മണിക്കൂറോളം ബോഡി, 9 മണിക്കൂർ ബോഡി ഡീഹൈഡ്രേറ്റഡാണ്. എന്നുവെച്ചാൽ ഉണങ്ങി വരഞ്ഞ് പ്രാകൃതമായിട്ട് ഇങ്ങനെ കണ്ണും തുറച്ചിരിക്കും. എന്നിട്ട് ഇവരിങ്ങനെ കുരിശരിങ്ങനെ കെട്ടുപോലെ കിടന്നിട്ടാണ് ഈ നല്ല കള്ളൻ്റെ സുവിശേഷം കേൾക്കുമ്പോൾ ഇവനിങ്ങനെ പതുക്കെ ഇങ്ങനെ തിരിക്കും. ആ തിരിച്ചിൽ ധ്യാനിച്ചാൽ നമ്മുടെ തല തെറിച്ച് പോകും. കാര്യം ഈ അനുതാപം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരിച്ചിലുണ്ടല്ല, ഒരു 1.5 തിരിച്ചിലാണ്. കാര്യം ഇവൻ്റെ അവസ്ഥ 9 മണിക്കൂർ ഇവൻ ഡീഹൈഡ്രേറ്റഡാണ്. ഇവൻ്റെ തല രാത്രി മുഴുവൻ അടിച്ചും ചതച്ചും തമട്ടി അടിച്ചും ചോര പോയും ഉറക്കമില്ലാതെ പ്രാകൃതമാണ്. ഇങ്ങനെ ബോഡിയും പോയി മൈൻഡും പോയി എല്ലാം തകർന്ന് തരിപ്പനുമായിട്ട് ഇങ്ങനെ മരണത്തോടെ നിൽക്കുമ്പോഴാണ് യവൻ ഒരു അനുതാപം പറയണത്. ഈ അനുതാപം പറയുമ്പോൾ ദൈവം ഇങ്ങനെ തിരിഞ്ഞു വരുന്നത് കാണാം, ഒരു വല്ലാത്ത ഒരു തിരിച്ചിൽ. എന്നിട്ട് ഒരു വാക്ക് ഇങ്ങനെ നോക്കിയാൽ മതി, കർത്താവ് നോക്കിയാൽ തന്നെ അവൻ രക്ഷപ്പെട്ടേനും. പക്ഷെ അങ്ങനെയല്ല, കുറേ വാക്ക് ആവതില്ലാണ്ട് പറയും. ഇന്ന് നീ എന്നോടുകൂടെ ഭയങ്കരമായ രീതിയിൽ സ്വീകരിക്കുകയാണ്. ആദ്യത്തെ പാപക്ഷമ മനുഷ്യന് കിട്ടിക്കഴിഞ്ഞു. മനുഷ്യരാശി അവൻ്റെ പാപത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ തിരുമരണത്താൽ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവിൻ്റെ ഈ തിരിച്ചിലൂടെയാണ്. ആ നല്ല കള്ളനെന്ന് പറയുന്ന കക്ഷി ലോകത്തിലെ മുഴുവൻ പാപികളുടെ മനുഷ്യരാശിയുടെ ഏക പ്രതീകമാണ്. യേശുക്രിസ്തു എനിക്ക് വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടത് എന്ന് പറയുന്നതിന് പകരം അവൻ പറഞ്ഞത് അവൻ്റെ മേൽ കുറ്റമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. അവൻ കുറ്റമില്ലാത്തവനായിട്ടും ശിക്ഷിക്കപ്പെട്ടുവെങ്കിൽ ഞാൻ എൻ്റെ കുറ്റം കൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത്. അവൻ്റെ പാപത്തിന് പരിഹാരം അവൻ ചെയ്യുകയും കർത്താവിൽ അതിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഈ മനസ്സാന്തരത്തിലേക്ക് ദൈവം തിരിഞ്ഞു വരും. തിരിഞ്ഞു വന്നിട്ട് 3 കാര്യങ്ങൾ പറയും. ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. ഇത് സമയച്ചുരുക്കവാ. കർത്താവ് അവൻ്റെ രക്തത്തിൽ ഉടമ്പടി ചെയ്തപ്പോൾ, ആ ഉടമ്പടിയിൽ ആ കള്ളം വിശ്വസിച്ചപ്പോൾ എങ്ങനെയാണ് സമയം ചുരുങ്ങിയതെന്ന് ബൈബിൾ പറഞ്ഞിട്ടാണ് കർത്താവ് മരിക്കണത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ അനുതാപത്തിൻ്റെ ഒരു ആഘാതം ഭയങ്കരമാണ്. ഉടമ്പടി എടുത്ത വ്യക്തികൾ ഈ അനുതാപത്തിലേക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടി പുതുക്കാൻ നിൽക്കരുത്.
ഇവിടുന്ന് പുതുക്കി കിട്ടത്തില്ല. കൗൺസിലേഴ്സ് സീനിയേഴ്സ് എല്ലാം ചോദിക്കുന്നത് നിങ്ങളുടെ അനുതാപ മേഖലയാണ് പരിശോധിക്കുന്നത്. അനുതാപ മേഖല എന്തുമാത്രം ആഴമുള്ളതാണ്, ഏതെല്ലാം മേഖലകൾ നിങ്ങൾ അനുതാപമായി, ഇപ്പോഴും നിങ്ങൾക്ക് വൈരാഗ്യമോ അഹങ്കാരമോ നിലനിൽക്കുന്നുണ്ടോ, ഇപ്പോഴും കുടുംബത്തിലുള്ള വ്യക്തികളുടെ മേൽ നിങ്ങൾക്ക് മിണ്ടാതിരിക്കുന്നുണ്ടോ, നിങ്ങൾക്കുണ്ടായ ഈഗോ ക്ലാഷിൻ്റെ പേരിൽ ഇപ്പോഴും നിങ്ങൾ വ്യക്തികളുമായിട്ട് പഴയ ജഡിക മനുഷ്യൻ തന്നെയാണോ? എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ പൗലോസ് അപ്പോസ്തലനൊരു വാക്ക് പറയേ, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യണത്. അത് റോമ 7-ാം അധ്യായത്തിലാണ്, 7:9. റോമ 7:9. ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യണത്. എന്നിട്ട് പൗലോസ് പറയുകയെ, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ഞാനായിരിക്കത്തില്ല, എന്നിലുള്ള പാപമായിരിക്കുമെന്ന്. ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യണത്. അങ്ങനെ ചെയ്യണമെങ്കിൽ നന്മ ആഗ്രഹിക്കുകയും തിന്മ ആഗ്രഹിക്കുകയും ചെയ്യണമെങ്കിൽ എൻ്റെ അന്തരംഗത്തിൽ കർത്താവിൻ്റെ കൽപ്പന ഓർത്ത് ഞാനത് ആഹ്ലാദിക്കുന്നു, പക്ഷേ എൻ്റെ അവയവങ്ങളിൽ പാപത്തിൻ്റെ പിടിമുറുക്കുന്നു. എന്തോ രസം കേൾക്കാൻ. എൻ്റെ അന്തരങ്ങളിൽ കർത്താവിൻ്റെ കൽപ്പന ഓർത്ത് വചനമോർത്ത് ഞാൻ ആഹ്ലാദിക്കുന്നു, പക്ഷെ എൻ്റെ അവയവങ്ങളിൽ പാപം പിടിമുറുക്കുന്നുവെന്ന്. അതുകൊണ്ട് ഞാൻ നന്മ ആഗ്രഹിക്കുമ്പോഴും തിന്മയാണ് ചെയ്യണത്, അത് ഞാനല്ല, എന്നിലുള്ള പാപമാണെന്ന്. ഉടമ്പടി എതിരിക്കുന്ന മക്കൾ പശ്ചാത്താപത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് ഈ ധ്യാനം നടക്കുന്നത്, അല്ലേ? അപ്പോഴേ നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണില്ല, അതിന് പകരം ആഗ്രഹിക്കാത്ത തിന്മകൾ ചെയ്യുന്നതെങ്കിലേ രണ്ടും ആഗ്രഹമാണ്. ആഗ്രഹിക്കണം നന്മ ചെയ്യണില്ല, പക്ഷേ ആഗ്രഹിക്കാത്ത തിന്മകൾ വന്നു പോകണം ജീവിതത്തിൽ. എല്ലാവരുടെയും ചരിത്രം എടുത്താൽ അത് മനസ്സിലാകും. നിങ്ങൾ ചെയ്യണ പല തിന്മകളും നിങ്ങൾ ആഗ്രഹിക്കണതല്ല, അങ്ങനെ വന്നു പോണതാണ്. പല തിന്മകളും നിങ്ങൾ ആഗ്രഹിക്കണതല്ല, പക്ഷെ അങ്ങനെ വന്നുപോയി. ചില പറയില്ലേ, ഒരു ബലഹീന നിമിഷത്തിലെന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഉള്ള ഈ സാഹിത്യ ഭാഷയും സീരിയലും ഒക്കെ അത് തന്നെയാണ്. ആഗ്രഹിക്കണ നന്മയല്ല അവർ ചെയ്യണത്, ആഗ്രഹിക്കാത്ത തിന്മകളാണ്. പൗലോസ് പറയും, ഇതെന്താണ്? ഇത് പാപമാണ്, ഞാനല്ല ഇത് ചെയ്യണത്, എന്നിലുള്ള പാപമാണ് ചെയ്യണതെന്ന്. ഇങ്ങനെ പാപം വന്നു കഴിഞ്ഞാൽ ഉടമ്പടി വരാൻ പോകുന്ന വിഷയം ഉൾവിചാരങ്ങളാണ് പാപമായിട്ട് മാറുന്നത്. തോന്നലുകൾ പാപമായിട്ട് മാറും. അതുകൊണ്ട് ബൈബിൾ 2 വാക്കാണ് ഉപയോഗിക്കുന്നത്. അവരുടെ അന്തർഗതം മനസ്സിലാക്കി ഈശോ അവരോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അന്തഛിദ്രമുള്ള രാജ്യം വീണു പോകും. അപ്പോൾ അന്തർഗതമാണ് പ്രശ്നം. അന്തഛിദ്രത്തിന് മുമ്പ് വരണം എന്താണ്? ഒരു ഹൗസിലെ അല്ലെങ്കിൽ ഒരു വീട്ടിൽ അന്തഛിദ്രം ഉണ്ടാകണ മുമ്പ് എന്താണ് വരണത്? അന്തർഗതമാണ് വരുന്നത്, തോന്നലുകളാണ് വരണത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, സ്തുതിയുടെ മക്കളെ യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 12:25. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 12:25 എന്താ പറയണത്? അവരുടെ അന്തർഗതം മനസ്സിലാക്കി അവൻ അവരോട് പറഞ്ഞു. എന്താണ്? അന്തഛിദ്രമുള്ള രാജ്യം വീണു പോകും. അപ്പോൾ എവിടെയെങ്കിലും ഒരു അന്തഛിദ്രം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം ഉണ്ടാകുന്നത് അന്തർഗതമാണ്, തോന്നലാണ്. ഇതാണ് വിചാരം കൊണ്ടുള്ള പാപം എന്ന് പറയണത്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, നമ്മളത് ചെയ്തില്ലല്ലോ, നമ്മളത് പറഞ്ഞില്ലല്ലോ. വേണ്ട, തോന്നിയാൽ മതി. ഇവിടെയാണ് പ്രശ്നം പറയണത്. നമ്മളത് പറഞ്ഞില്ലല്ലോ, നമ്മളത് ചെയ്തില്ലല്ലോ, അങ്ങനെ ചെയ്യണമെന്നോ പറയണമെന്നോ ഇല്ല. നാത്തൂൻ എനിക്കിട്ടൊരു പാരയാണല്ലേ വെച്ചിരിക്കണത് എന്ന് തോന്നിയാൽ മതി, നാത്തൂനെതിരെ പാപമായി. സംഭവത്തിലേ ഉള്ളൂ. നാത്തൂൻ എനിക്കിട്ടൊരു പാരയാണല്ല പണിതിരിക്കണത്. എന്ത് ഭാര്യയാണ് പണിതിരിക്കണത്? അവരുടെ മാല കൊണ്ട് അവർ തൂക്കി വിറ്റ്. എന്താണ് തൂക്കി വയ്ക്കാൻ കാര്യം? അടുത്ത മാസം എൻ്റെ മകളുടെ കല്യാണമാണ്, ഞാനെങ്ങാനും ചോദിച്ചേക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അവരാ സാധനം തൂക്കി വിറ്റിരിക്കുന്നത്. അപ്പോൾ ഒരു ഉള്ളിൽ വിചാരിച്ചാൽ മതി, സത്യമാണെന്ന് നിർബന്ധമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ഇതുപോലെ മനുഷ്യൻ്റെ അന്തർഗതത്തിൻ്റെ പാപങ്ങൾ വരണത്. ഇപ്പോൾ ഒരു സ്ഥലം ഉടനെ അപ്പോൾ ചേട്ടൻ 5 സെൻറ്റ് 3 സെൻറ്റ് സ്ഥലം പെങ്ങളെ കെട്ടിക്കണമെന്ന് പറയുമ്പോൾ അതിന് വീട്ടിൽ വളപ്പിൽ 10 സെൻറ്റ് സ്ഥലമാണ് ഉള്ളത്. അതിൽ 3 സെൻറ്റ് സ്ഥലം വിൽക്കണമെന്ന് അപ്പം മൂത്തവനോട് ചോദിച്ച്, എങ്ങനെടാ അവളെ കെട്ടിക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ കെട്ടിക്കണമല്ല, ഉള്ള സ്ഥലം വിൽക്കാവില്ല എന്ന് പറയും. അപ്പോൾ ഒരു കുഴപ്പമില്ല,
അവനത് ഈസി ആയിട്ട് പറഞ്ഞതാണ്, വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അനുജൻ വിറ്റ് കഴിയുമ്പോൾ വിചാരിക്കുക എന്നെ ഇവിടെ പൊറുപ്പിക്കാതിരിക്കാനാണ് ഈ ചേട്ടൻ അപ്പനെ കൊണ്ട് പെങ്ങളെ കെട്ടിക്കാനുള്ള വ്യാജേന ഈ സ്ഥലം വിറ്റിരിക്കുന്നത്. അന്തർഗതമായ സംഭവം. അത് ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാത്തടത്തോളം കാലം ഇവർ അന്തർചിദ്ര പാപത്തിലാണ് നിൽക്കുന്നത്. കാര്യം ഒരു സാധനം ഷെയർ ചെയ്യാതെ വെക്കുന്നിടത്തോളം കാലം അത് നമ്മൾ തെറ്റായ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞതാ. ഈ അന്തർഗതം വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് അത്തരങ്ങൾ സംസാരിക്കുന്നത് അങ്ങനെയാണ്. അന്തർഗതം വെച്ചാൽ അന്തർഗതമാണ് ഹൃദയത്തിൻ്റെ തികവെന്ന് പറയണത്. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് മനുഷ്യൻ. അങ്ങനെ വചനമുണ്ട്. ശ്രുതിയുടെ ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. അതായത് അവിടെ അന്തർഗതം മനസ്സിലാക്കി എന്നുള്ള വചനം ഉൾവിചാരം 22-25 മത്തായി ശ്രീയുടെ സുവിശേഷം. ഈ അന്തർഗതമാണ് ഹൃദയത്തിൻ്റെ തികവെന്ന് പറയണത്. അത് ഈ 12-34 വചനം മത്തായി ശ്രീയുടെ സുവിശേഷം. ഈ മത്തായി ശ്രീയുടെ 12 ഇതിൻ്റെ സ്റ്റെമ്മായിട്ട് വർക്ക് ചെയ്യണ ചാപ്റ്റർ. അതിൽ ഒന്ന് അന്തർഗതം 12-25, രണ്ടാമത്തത് 12-34 എന്താണ് ഹൃദയത്തിൻ്റെ തികവ്. അപ്പോൾ ഒരു കാര്യം ഉടമ്പടിയിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരു വിചാരം കൊണ്ടുള്ള പാപങ്ങൾ നിങ്ങൾ നോക്കണം. സാധാരണഗതിയിൽ വിചാരം, വാക്ക്, പ്രവൃത്തി, ഉപേക്ഷ, അങ്ങനെയാണ് പാപം വരണത്. പക്ഷെ അതിൻ്റെ ഈ വിചാരം കൊണ്ടുള്ള പാപങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലരുടെ കുമ്പസാരത്തിൽ വിചാരം എന്ന് പറഞ്ഞ ഉടനെ ഞാനിങ്ങനെ സംഭോഗ ഇച്ഛയോടുകൂടി പുരുഷനെ നോക്കിയിട്ടുണ്ട്, സ്ത്രീയെ നോക്കിയിട്ടുണ്ട്. നമ്മുടെ വിചാരം എന്ന് പറയുന്ന ആൾക്കാരുടെ പാപം പറഞ്ഞ ഇതാ. എന്ന് വെച്ചാൽ ലൈംഗികമായൊരു കാര്യമേ ഉള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, പാമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയണത്? മൂർഖനല്ലല്ലോ. അണലിയുണ്ട്, എട്ടടി വീരനുണ്ട്, ഇല്ലേ, ചേനത്തണ്ടനുണ്ട്. വിഷപ്പാമ്പ്, മനുഷ്യൻ ചാകണ കുറേ പാമ്പുകളുണ്ട്. അപ്പം നമുക്ക് മൂർഖനെ കുറിച്ചാണ് നമ്മൾ പേടിക്കേണ്ടത്. എല്ലാത്തിനും ഇതിനെ പേടിക്കണമല്ലോ. ഇതുപോലെ നമ്മൾ വിചാരം എന്ന് പറയുമ്പോൾ ലൈംഗിക വിചാരം എന്നാണ് പറയണത്. അതല്ല, അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ദുഷ്ടവിചാരങ്ങൾ കുറേ സാധനമുണ്ട്. നമുക്കിവിടെ ഒരു പാരയാണല്ല വെച്ചിരിക്കണത്. ഞാനിവിടെ പൊറുക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ചേട്ടൻ അപ്പനെ കൊണ്ട് ആ സ്ഥലം വിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് വിചാരമാണ്. ചിലപ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല, ചേട്ടൻ അങ്ങനെ ചിന്തിച്ച് പോലും കാണത്തില്ല. അപ്പോൾ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, ഈ റോമ 7 വർക്കൗട്ട് ചെയ്യും, 7:29 വർക്കൗട്ട് ചെയ്യും. എന്താ പറയണത്? ഞാൻ ആഗ്രഹിക്കണ നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യണത്. അത് ഞാനല്ല, എന്നിലുള്ള പാപമാണ്. അപ്പോൾ എന്നിൽ പാപം, ഏറ്റുപറയാത്ത പാപങ്ങൾ കിടക്കുന്നിടത്തോളം കാലം ഇതുപോലെ അന്തഛിദ്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ അന്തഛിദ്രങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായാൽ ഉടമ്പടി പാപം നിൽക്കുന്നിടത്തോളം കാലം ഉടമ്പടി കാര്യങ്ങൾ നടക്കാൻ താമസിക്കും. കാര്യം ഉടമ്പടി സമയം കൂടി ഭയങ്കര ബന്ധമാണ്. ഉടമ്പടിയും പശ്ചാത്താപവും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പഴയ നിയമത്തിൽ പറയുമ്പോൾ പുതിയ നിയമത്തിൽ പറയണത് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, ഇന്ന് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രാപിക്കും. അപ്പം ഈ സമയത്തെ ചുരുക്കണത് പശ്ചാത്താപമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സമയഘടികാരവുമായി കൃപാസനത്താരയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ പശ്ചാത്തപിക്കണം. ദുരന്തത്തെ പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ള വലിയ സന്ദേശം നൽകിയ കൃപാസന മാതാവേ, എന്റെ ജീവിതത്തിലും ഞാൻ പശ്ചാത്തപിച്ചുകൊണ്ട് അനുഗ്രഹത്തിന്റെ സമയ ചുരുക്കം പ്രാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധമേ ദൈവമാതാവേ, കൃപാസനത്താരയിൽ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ സമയം ചുരുക്കുവാൻ കനിവുണ്ടാകണമേ. ഹല്ലേലൂയ.
പരിശുദ്ധ പരമദൈവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ മരുഭൂമി അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ വീണ്ടും എളിമപ്പെട്ട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഒരു സംഭവം നടക്കും. ഇപ്പം കടമാണെന്ന് വിചാരിച്ചോ. ഈ കടം ചിലപ്പോൾ അടുത്ത കൊല്ലമായിരിക്കും മാറാൻ പോണത്. അല്ലെങ്കിൽ വീട് ചിലപ്പോൾ നമുക്ക് 1.5 കൊല്ലം കഴിഞ്ഞായിരിക്കും കിട്ടാൻ പോണത്. പോയിട്ട് ചിലപ്പോൾ അടുത്തതിൻ്റെ പിന്നത്തെ എഴുത്തിനായിരിക്കും കിട്ടാൻ പോണത്. അപ്പോൾ ഈ സമയം വരെ നമുക്ക് ജീവിക്കണ്ടേ, സങ്കടമില്ലാതെ ജീവിക്കണ്ടേ? ഇതിന് ഈ അനുതാപത്തിൻ്റെ കൂടെ പ്രാർത്ഥനകൾ കൂടി, എളിമപ്പെട്ട് പ്രാർത്ഥന കൂടി വരുമ്പോൾ ദൈവം ഒരുതരം അഭിഷേകം തരും. സർവൈവ് ചെയ്യാനുള്ള, ആ വിഷയം സർവൈവ് ചെയ്യാനുള്ള അഭിഷേകം തരും. അച്ഛൻ മറന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഇപ്പം ആ ചേച്ചി വാടകയ്ക്ക് താമസിക്കുകയാണ്, സ്ഥലം വിറ്റ് മാറുന്നില്ല. ആ സ്ഥലം വിറ്റ് മാറുന്നവർ 6 മാസം അവർ സർവൈവ് ചെയ്തിട്ടുണ്ട്. 6 മാസം സർവൈവ് ചെയ്യുമ്പോൾ അവർ ഒരു കുഞ്ഞ് പ്ലോട്ട് അവർക്ക് ഇന്നുവരെ വിറ്റിട്ട് കുറച്ച് കാശ് കിട്ടി കുറച്ച് പിടിച്ച് നിന്നായിരുന്നവർ. അതായത് ഒരു ഇടക്കാല ആശ്വാസം ദൈവം തരും എന്ത് വിഷയത്തിലും. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെയാണ് ചില സമയത്ത് ഇടക്കാല ആശ്വാസം തന്നില്ലെങ്കിലും നിങ്ങളുടെ വിഷയത്തെ അതിൻ്റെ അഗ്നി നിങ്ങളെ ആഘാതം പൊള്ളിക്കാത്ത രീതി കൊണ്ടുപോകും. അതിന് ആന്തരിക അഭിഷേകം എന്ന് പറയും. കടമുണ്ട്, പക്ഷേ പണ്ടത്തെ പോലുള്ള പേടിയില്ല. മനസ്സിലായില്ലേ? കടമുണ്ട്, പക്ഷേ പണ്ടത്തെ പോലെ പേടിയില്ല. രോഗമുണ്ട്, പണ്ടത്തെ പോലെ ഉത്കണ്ഠയില്ല. ഇതിന് ആന്തരിക അഭിഷേകം എന്ന് പറയണത്. ഇത് എളിമപ്പെട്ടിട്ട് പ്രാർത്ഥിച്ച് പശ്ചാത്താപം ചെയ്യുമ്പോഴാണ് ഇത് കിട്ടണത്. പറഞ്ഞ മനസ്സിലായ? ഒരു വ്യക്തി ആ പാപത്തിലെ ഒരു വിഷയത്തിൽ പശ്ചാത്താപം ചെയ്യുകയും ആ വ്യക്തി എളിമപ്പെട്ട് കഴിയുമ്പോഴാണ്, ഈ എളിമയും പശ്ചാത്താപവും കൂടി വരുമ്പോഴാണ് ഇവന് ആന്തരിക അഭിഷേകം കിട്ടണത്. കാര്യം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ കുറേ സാക്ഷ്യങ്ങൾ നമ്മുടെ ബൈബിളിൽ ഒരു രസകരമായൊരു വചനമുണ്ട്. ഈ നിയമാവർത്തനമാണ് 8:4. അതായത് ഈ 40 സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾ വിങ്ങുകയോ ചെയ്തില്ല. ഇത് ഭയങ്കര സംഭവമാണ്. ഇതാണ് അഭിഷേകം എന്ന് പറയണത്. 40 സംവത്സരം എടുക്കും അവരെടുത്താൻ. പറഞ്ഞു വെച്ചാൽ അതായത് ഇത് നിയമാവർത്തനം 8:4. ഈ 40 സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾ വിങ്ങുകയോ ചെയ്തില്ല. പിതാവ് പുത്രന് എന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുമെന്ന് ഹൃദയത്തിൽ ഗ്രഹിക്കുവേൻ. ശിക്ഷണമെന്ന് പറയുമ്പോൾ പരിപാലന കൂടിയുണ്ട്. പരിപാലന കൊണ്ടേ 40 സംവത്സരം സമയമുണ്ട്. ചില വിഷയങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും. ഉടമ്പടി സമയച്ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണെന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും ചില വിഷയങ്ങൾ അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും. സമയമെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വാഴ വെച്ചു ഇല്ലേ? വാഴ കുലക്കണമെങ്കിൽ 6 മാസം എടുക്കും. അത് പഴുക്കണമെങ്കിൽ ചില പടച്ചിയാണെങ്കിൽ 6 മാസം എടുക്കും. ചാരക്കാളി 6 മാസം, പൂവനാണെങ്കിൽ 4 മാസം. ഇങ്ങനെ ഞാലിപ്പൂവനാണെങ്കിൽ 4-5 മാസം. അതിൻ്റെ നാച്ചുറൽ ടൈമാണത്. ചില വിഷയങ്ങൾ നാച്ചുറൽ ടൈമുണ്ട്. അപ്പോൾ നാച്ചുറൽ ടൈം ഉണ്ടെങ്കിലും നമ്മൾക്ക് ഭയങ്കര തകർച്ചയും പ്രയാസവുമാണ്. അപ്പോൾ ഈ പിതാക്കന്മാർക്ക് 40 സംവത്സരം എടുത്താൽ മാത്രമേ അവർ വാഗ്ദാന നാട്ടിൽ എത്തത്തുള്ളൂ. ക്ലിയർ അല്ലേ? ഒരൊറ്റ ദിവസം കുറക്കാൻ പറ്റത്തില്ല എൻ്റെ നിന്ന്. പക്ഷേ ദൈവം എന്ത് ചെയ്യും? ഈ 40 ദിവസം ആന്തരിക അഭിഷേകം കൊടുക്കും. ഇതാണ് സംഭവം. ഞാൻ പറഞ്ഞില്ല, ആന ചെരിഞ്ഞാലും 12,000, നിന്നാലും 12,000. പ്രാർത്ഥന നിങ്ങളത് ഡയറക്റ്റ് കേട്ടില്ലെങ്കിലും ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്ന മേഖലകളിൽ ദൈവം പ്രവർത്തിച്ചിരിക്കും. അതാണ് പറയണത്. എന്താ പറയണത്? ഈ 40 സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾ വിങ്ങുകയോ ചെയ്തില്ല. ഞാൻ പണ്ടേ ഒരു തീരദേശ മാർച്ച് നടത്തിയായിരുന്നു. കേരളം തീരദേശം മധ്യവിമുക്തമാക്കണമെന്ന് പറഞ്ഞ് 93 തിരുവനന്തപുരം വരെ നടന്നു. അമ്പലപ്പുഴ ചെന്നപ്പോൾ ആ സമരം തീർന്ന്. കാര്യം ആൻ്റണി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഒരു തീരുമാനം എടുത്ത കാരണം ഞങ്ങൾ അവസാനിപ്പിച്ച് പിന്നെ വണ്ടിക്കാണ് പോയത്. ചരാൻ നിരോധിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഞാൻ പള്ളിത്തോട്ടിൽ നിന്നാണ് നടന്നത്. 3 ദിവസം കൊണ്ട് നടന്നിട്ടാണ് അമ്പലപ്പുഴ എത്തിയത്. ഭയങ്കര സ്വീകരണവും ഭയങ്കര സമരവും ഒക്കെ ആയിട്ട് സമരമുഖത്തിൽ നിന്നാണ് നടക്കുന്നത്. 10,000 നൂറുകണക്കിന് ആൾക്കാർ ഈ വഴിനീളം നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇത് തരാൻ, അഭിവാദനം അർപ്പിക്കാൻ വേണ്ടി. പക്ഷെ അത്രയും ശക്തമായിരുന്നു അന്നത്തെ സമര രീതികൾ. പക്ഷേ എൻ്റെ കാല് വിങ്ങിപ്പോയായിരുന്നു. എല്ലാ ദിവസവും നടന്നു കഴിഞ്ഞിട്ട് ഞാൻ പെങ്ങളുടെ വീട്ടിൽ വന്ന് ചൂടുവെള്ളത്തിൽ അമച്ച് കുഴമ്പ് പുരട്ടി തന്നിട്ട് അവിടെ കാല് ആ വിങ്ങൽ മാറ്റിയിട്ടാണ് പിറ്റേ ദിവസം നടക്കുന്നത്. ഒരു ദിവസം നടന്നാൽ പോലും കാല് വിങ്ങിപ്പോവും. ഇവിടെ അതാണ് എനിക്ക് കാല് വിങ്ങൽ എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റും. പിറ്റേ ദിവസം നടക്കാൻ പറ്റില്ല നമുക്ക്.
ആ സ്ഥലത്താണ് ഇത് പറയണത്. ഈ 40 സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകിപ്പോവുകയോ കാലുകൾ വിങ്ങുകയോ ചെയ്തില്ല. ഇപ്പോൾ ഒരു ടൈം നിങ്ങളുടെ ജീവിതത്തിന് ഒരാവശ്യമുണ്ട്, ഒരു കല്യാണത്തിന് ഇത്ര സമയം ആവശ്യമുണ്ടെങ്കിൽ, കൊച്ചുണ്ടാകാൻ ഇത്ര സമയം ആവശ്യമുണ്ടെങ്കിൽ, ജോലിക്ക് കിട്ടാൻ ഇത്ര സമയം ആവശ്യമുണ്ടെങ്കിൽ, അതിൻ്റെ ആവയും പുകയും നിങ്ങളെ ഏൽപ്പിക്കാതെ ദൈവം ആന്തരികമായിട്ട് പൊതിയും. അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ഫ്രീ ആവും. ആന്തരിക അഭിഷേകത്തിൻ്റെ ഏറ്റവും വലിയ സംഭവം ഫീൽ ഫ്രീ ആവും. അത് കുഴപ്പമില്ല, കർത്താവ് ചെയ്തോളൂ എന്ന് ഉള്ളിൽ കരുതും. ഇത് ഈ ആന്തരിക അഭിഷേകത്തിൻ്റെ ആൾരൂപമാണ് അമ്മ. അമ്മയ്ക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും വ്യക്തമായ ഒരു ആന്തരിക അഭിഷേകങ്ങളുണ്ട്. ആ ദൈവം പിതാവിൻ്റെ മനസ്സനുസരിച്ച് ചെയ്യേണ്ട സമയത്ത് യുക്തമായി ചെയ്യും. കാരണം ദൈവത്തിൻ്റെ ഒരു നിലപാട് തന്നെ കർത്താവിൻ്റെ പ്രവൃത്തികൾ കണ്ടപ്പോൾ ജനങ്ങൾ പറഞ്ഞത് അവനെല്ലാം നല്ലതുപോലെ ചെയ്യുന്നു, അതാണ് നല്ലതുപോലെ ചെയ്യണമെന്ന്. അത് ജനങ്ങൾ യേശുവിന് കിട്ടിയ ഒരു അനുഭവമാണ്, ജനങ്ങൾ കിട്ടിയ ഒരു യേശു അനുഭവമാണ്. എന്താണ് 7:37 നമ്മൾ വായിക്കുന്നത്, മർക്കോസിൻ്റെ സുവിശേഷം. അവനെല്ലാം നല്ലതുപോലെ ചെയ്യണം. അപ്പം നല്ലതുപോലെ അവൻ ചെയ്യും. നിൻ്റെ ജീവിതത്തിൽ നീ യേശുവായിട്ട് ഇടപെടുമ്പോൾ നീ ആദ്യം ഇങ്ങനെ വിശ്വസിക്കണം, എന്താണ്? യേശു എൻ്റെ ജീവിതത്തിലെല്ലാം നല്ലതുപോലെ ചെയ്യും. പക്ഷേ അത്രയുള്ള ഇടക്കാലം കർത്താവ് അത് ചെയ്യണ വരെയുള്ള സമയം എൻ്റെ കാല് വിങ്ങാത്ത, വസ്ത്രം മിഷിയാത്ത രീതിയിലുള്ള ആന്തരിക അഭിഷേകം കർത്താവ് നിനക്ക് തരും. ഉടമ്പടിയുടെ സാധ്യതകൾ ഭയങ്കരമാണ്. ഒരു കാര്യം നടക്കാൻ സമയമെടുത്താൽ ആ സമയം വരെ നിലനിർത്താനുള്ള നിലനിൽപ്പിൻ്റെ കൃപ നിനക്ക് തരും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉടമ്പടി എടുത്ത വിഷയങ്ങളും ഉടമ്പടിയെ പ്രാർത്ഥന തുടരുന്നവരെയും എല്ലാവരെയും ഇപ്പോഴും പരിശുദ്ധം അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. അച്ഛൻ ഈ വിഷയമെല്ലാം ഒരിക്കൽ കൂടി നിങ്ങളുടെ ഉടമ്പടി വിഷയങ്ങളെ സമർപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ മനസ്സിൽ സ്തുതിക്കുകയും വിശ്വാസപ്രമാണം ചെല്ലുകയും ചെയ്തുകൊണ്ട് അമ്മ മാതാവ് ജീവനോടെ മധ്യസ്ഥം വഹിക്കുന്ന സമയത്ത് ദിവ്യകുർബാന ജ്വലിച്ചു നിൽക്കുന്ന ഈ കാനായിലെ കുടുംബാന്തരീക്ഷത്തിൽ അനുഗ്രഹ സമയത്ത് അതിശക്തമായി സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. നല്ലവനായ ഒന്നും അസാധ്യമില്ലാത്തവനെ, ഈശോയെല്ലാം സാധ്യമായവനെ, നല്ലവനായ ഒന്നും അസാധ്യമില്ലാത്തവനെ, ഈശോയെല്ലാം സാധ്യമായവനെ. നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും, നിനക്ക് ബഹുമാനവും, നിനക്ക് ആരാധനയും. കർത്താവ് രോഗികളെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുതുകിലെ വേദനയുള്ളവരെ, മുതിൽ ഭാരപ്പെട്ടിരുന്നവരെ, മുതുക് കട്ടിയായിട്ടിരിക്കുന്നവരെ അവരെ സ്പർശിച്ച് സുഖപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. കണ്ണിന് ഇടത് കണ്ണിന് വേദനയുള്ളവരെ, ഇടത് കണ്ണിൻ്റെ താഴെയുള്ള പോളയ്ക്ക് വിങ്ങലുള്ളവരെ നീ അവരെ സ്പർശിക്കുന്നതിന് നന്ദി പറയുന്നു. ഓരോ മകൻ്റെയും മകളുടെയും ശിരസ്സിൽ നിന്റെ വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയേണ്ടത് പ്രാർത്ഥിക്കുന്നു. മാരകരോഗങ്ങളെ തീരാവേദികളെ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ ഈ നിമിഷം കർത്താവ് തൊട്ട്, കർത്താവ് സ്പർശിച്ച് അവർക്ക് സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ രോഗങ്ങൾ ഏറ്റെടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടിയും സമയച്ചുരുക്കവും അനുഗ്രഹവും തമ്മിലുള്ള ബന്ധത്തിലെ പശ്ചാത്താപത്തിനുള്ള ഒരു സ്ഥാനമാണ് ഇന്ന് കർത്താവ് ശുശ്രൂഷ നൽകിയത്. അതുകൊണ്ട് കത്തോലിക്കരായിട്ടുള്ളവരും അതുപോലെ തന്നെ CSIക്കാർ, അതുപോലെ തന്നെ മാർത്തോമൈസ്, ഓർത്തഡോക്സ്, യാക്കോബൈസ്, അങ്ങനെ ക്രിസ്ത്യൻ ഡിനോമിനേഷൻ ഉള്ളവരെല്ലാവരും അവരവരുടെ സഭ നൽകുന്ന പാപക്ഷമ സ്വീകരിക്കാൻ
ഈ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. കുമ്പസാരിക്കാൻ കിട്ടുന്നവരെ കുമ്പസാരിച്ച് തന്നെ പാപക്ഷമ സ്വീകരിക്കണം. അങ്ങനെയുള്ള സാഹചര്യത്തിലല്ല ജീവിക്കണമെങ്കിൽ അനുതാപപ്പെട്ടുകൊണ്ട് പാപത്തെ വെറുത്തുപേക്ഷിക്കണം. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമക്കളെ, ജോലി, വീട്, വിവാഹം, കുഞ്ഞുങ്ങൾ, മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, കുടുംബത്തിൻ്റെ സാമ്പത്തിക കടങ്ങൾ, കുടുംബത്തിൻ്റെ കലഹങ്ങൾ, കുടുംബത്തിൻ്റെ തകർച്ച, ജോലിയുടെ കിട്ടാത്ത അവസ്ഥകൾ, വിദേശ ജോലിക്ക് ശ്രമിക്കുക, പരീക്ഷ, അതുപോലെ തന്നെ ഉള്ള വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കൈകൾ ഉയർത്തിക്കൊണ്ട് ശക്തമായ സ്തുതികടെ നല്ലവനായ ഈശോയെ ഉടമ്പടി വെച്ചിരിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ വലിയ കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീട് ഇല്ലാത്തവര്, കർത്താവെ, വാടക താമസിക്കുന്നവര്, സാമ്പത്തിക ബാധ്യതയുള്ളവര്, കുടുംബത്തിൽ കലഹമുള്ളവര്, കുടുംബത്തിൽ പിരിയാൻ വിവാഹ മോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവര്, മക്കൾ ഇല്ലാത്തവര്, ഉള്ള മക്കൾക്ക് പാപകരമായ അവസ്ഥ അകപ്പെട്ടിരിക്കുന്നവർ, ഭക്തിയില്ലാത്ത മക്കള്, കുടുംബത്തിലെ വേദന അനുഭവിക്കുന്ന ഓരോ തരത്തിലുള്ള പരീക്ഷ ചെയ്യുന്നവര്, അതിൻ്റെ വിജയത്തെക്കുറിച്ച് ഉത്കണ്ഠയുള്ളവര്, റിസൾട്ട് വരാൻ കാത്തിരിക്കുന്നവര്, വിദേശ ജോലിക്കായി ശ്രമിക്കുന്നവര്, വിശുദ്ധത്തിൽ തിരിച്ചു പോരാൻ ആഗ്രഹിക്കുന്നവര്, കർത്താവ് പലതരത്തിലുള്ള അബ്സ്കോണ്ടിങ് വിത്തുകളുണ്ടായിട്ടുള്ള രേഖകളിൽ അകപ്പെട്ടിരിക്കുന്നവര്, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവര്, വിഷമം അനുഭവിക്കുന്നവരെല്ലാം കർത്താവ് ഉടമ്പടി എടുത്തിരിക്കുന്നവര്, അവിടെ സഹനങ്ങൾ, സങ്കടങ്ങൾ സന്തോഷത്തിന്റെ സാക്ഷ്യമായി മാറാൻ ഈ നിമിഷം അമ്മ മധ്യസ്ഥം വഹിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ യേശുവേ ആരാധന ആരാധന ഞങ്ങളെയും സാക്ഷികളായി ഉയർത്തണമേ. ഹല്ലേലൂയ. മുട്ടനിക്കുക. സമാപന ആശീർവാദമാണ്. മൗനമായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങൾ ഉടമ്പടി വിഷയങ്ങൾ ഉടമ്പടി ചെയ്യാനിരിക്കുന്നവർ, ഉടമ്പടി ചെയ്തവരും ഓൺലൈനിൽ ഇപ്പോഴും ആരാധന കൂടിക്കൊണ്ടിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന സമയമാണ്. കർത്താവ് അനുതാപത്തിൻ്റെ വലിയ മേഖലകൾ കർത്താവ് വെളിപ്പെടുത്തിയായിരുന്നു. പശ്ചാത്താപത്തിൻ്റെ ആവശ്യത വ്യക്തമാക്കിയായിരുന്നു. എങ്ങനെയാണ് കൃപാസം മാതാവും പശ്ചാത്താപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണ് സമയച്ചുരുക്കം ഉണ്ടാക്കുന്നത്, അതിന് അനുതാപവും പശ്ചാത്താപവും എന്തുമാത്രം സഹായിക്കുന്നു, അങ്ങനെയുള്ള വലിയ സ്വർഗീയ അടയാളങ്ങളാണ് ദൈവ മനസ്സാണ് വെളിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ധ്യാനം ഇപ്പോൾ തീരുമ്പോൾ കർത്താവ് നിങ്ങൾ അനുഗ്രഹിച്ചിട്ടാണ് തീർച്ചയായിട്ടും ആശീർവാദം നൽകുന്നത്. മൗനമായി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ, അടിയന്തരമായ വിഷയമുണ്ടെങ്കിൽ മൗനമായി പ്രാർത്ഥിക്കുക. എപ്പോഴും പ്രാർത്ഥിക്കാൻ കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. എളിമപ്പെടാൻ കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. ഓൺലൈൻ ചെയ്തിരിക്കുന്നവരെ ഉടമ്പടി പ്രകാരം ഇപ്പം തന്നെ നിങ്ങളുടെ ലിങ്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ടുകൾ ഫേസ്ബുക്ക് പേജിലായാലും യൂട്യൂബിലായാലും ഇപ്പോൾ തന്നെ ഒരു സ്വർഗസ്ഥനായത് നന്മ നിറഞ്ഞവരെയും ചൊല്ലി കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ, അറിഞ്ഞവരെ ആഴപ്പെടാൻ നിങ്ങളുടെ ഈ സുവിശേഷ പ്രവർത്തനം ശരിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിട്ട് ഒരു സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞ ചൊല്ലിക്കൊണ്ട് നമ്മളിപ്പോൾ ഷെയർ ചെയ്യും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഒരു നന്മ നിറഞ്ഞ പറയാൻ കൂടി ചെയ്ത് നമുക്ക് ചൊല്ലിയിട്ട് മാതാവിന് നിങ്ങളുടെ സുവിശേഷ പ്രവർത്തനം ഏൽപ്പിച്ചുകൊണ്ട് ഷെയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പറയും, മാതാവ് ഞാൻ ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഇത് ഷെയർ ചെയ്യുന്നവർ എത്ര നിരീശ്വരവാദികളായാലും, ദൈവമായിട്ട് ബന്ധമില്ലാത്ത കുടുംബപ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളായാലും ഇത് കാണുന്നവരെ ദൈവത്തെ അനുഭവിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നിറഞ്ഞു പറയുമേ. സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഇപ്പം തന്നെ അത് ഈ ശുശ്രൂഷ മുഴുവൻ ഷെയർ ചെയ്തോളൂ.
ഇത് ഷെയർ ചെയ്യാനുള്ള സമയം കർത്താവ് ഞങ്ങളിപ്പോൾ ഷെയർ ചെയ്യാൻ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുവാൻ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും സുവിശേഷം ആകാനും സുവിശേഷം ഏകാനും വേണ്ടി കർത്താവ് ഞങ്ങളെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു. ഈ വിഷയം ഷെയർ ചെയ്ത് കാണുന്ന വ്യക്തികളെല്ലാം അനുതാപത്തിൽ നിറയാൻ ഇടയാക്കണമേ. അവരെല്ലാവരും വന്ന് ഉടമ്പടി ചെയ്ത് അവർ വിശുദ്ധി പ്രാപിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളെ എല്ലാവരെയും സാക്ഷികളായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, കൃപാസനത്തിൻ്റെ ശുശ്രൂഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. 1 മണിക്കൂറിന് 10 പേരെയാണ് ഇപ്പോൾ കൃപാസനത്തിലൂടെ പ്രവേശിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്നത്. അത് 1 മണിക്കൂറാണ്. ആ 10 പേര് വന്ന് ഉടമ്പടി ചെയ്ത് ഒരു സമയമാണ് 10 പേര്. ആ 10 പേര് വന്ന് ഉടമ്പടി പുതുക്കുകയോ അല്ലെങ്കിൽ ഉടമ്പടി ചെയ്യുകയോ ചെയ്ത് കഴിയുമ്പോൾ അവർ പുറത്തോട്ടിറങ്ങും. അപ്പോൾ നേരത്തെ ഞങ്ങൾ വരുന്നവർക്കെല്ലാം അടുത്ത മണിക്കൂറിനുള്ള ചീട്ട് കൊടുത്തേക്കും. അവിടെ ചീട്ട് അവരേ സമയത്ത് കൃപാസനത്തിൽ വരേണ്ടതെന്ന് അവർക്ക് ചീട്ട് കുടിച്ചേക്കും. 11 മണി. അപ്പോൾ 10 മണിക്കുള്ളവർ ഇറങ്ങുമ്പോൾ 11 മണിക്കുള്ളവർ കവാടത്തിൽ റെഡിയായി നിൽക്കും. ആ 10 പേര് ഉടനെ കയറ്റും. അവർ ക്ലാസ് എടുക്കും, അവിടെ കൗൺസിലിംഗ് നടത്തും. അവർ ഉടമ്പടി ചെയ്തിട്ട് 11 മണിക്ക് അവരെ പുറത്തിറക്കും. അപ്പോഴുടനെ 12 മണിക്ക് ആൾക്കാർ കയറും. അങ്ങനെ 5 മണി വരെയാണ് ശുശ്രൂഷ. 4 മണി കൊണ്ട് എല്ലാം ശുശ്രൂഷകളുടെ നമ്പറെല്ലാം കൊടുത്ത് തീരും. 5 മണി വരെ ഇതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടാകും. ആൾ കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ 6 മണിക്കാക്കും. പിന്നെ ആൾ കൂടിയാൽ 7 മണിക്കാക്കും. കാരണം 7 മണി വരെയൊക്കെ ശുശ്രൂഷ ചെയ്യുന്നതിന് കുഴപ്പമില്ല. 10 പേരെ മാത്രമേ. ഇനി സർവകക്ഷി യോഗത്തിൽ എന്തോ തീരുമാനം എടുത്തിട്ടുണ്ട്. കളക്ടർ അത് ഓൺലൈനുമായിട്ട് കൃപാസനത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴേ ഓൺലൈനിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇങ്ങോട്ട് കയറുമ്പോഴേ. അപ്പോൾ അതൊരു തീരുമാനമുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും. കൃപാസനത്തിൽ എത്ര പേരെ ഉൾക്കൊള്ളാൻ പറ്റും. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തന്നെ ഏതാണ്ട് 1500 സ്ക്വയർ ഫീറ്റിൻ്റെ 3 ഹോളുകളുണ്ട്. 1000 സ്ക്വയർ ഫീറ്റിൻ്റെ 4 ഹോളുകളുണ്ട്. 700 സ്ക്വയർ ഫീറ്റിൻ്റെ 2 ഹോളുണ്ട്. അപ്പോൾ 8 ഹോളുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ 8 ഹോളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 10 പേരെ വെച്ച് ഓരോ ഹോളിലും കയറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഗവൺമെൻറ് അനുവദിച്ചാൽ മാത്രമേ ചെയ്യത്തുള്ളൂ. കാര്യം ഇവിടെ 32 സ്റ്റാഫ് കൃത്യമായിട്ട് കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചുകൊണ്ട് ആൾക്കാരെ കൃത്യമായിട്ട് പരിചരിക്കുന്നുണ്ട്. അതിൻ്റെ സാനിറ്റേഷനും മാസ്കും എല്ലാം കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിയിട്ടാണ് ഹൈജീനിക്കായിട്ടാണ് സംഭവം ചെയ്യണത്. നിങ്ങൾ 10 പേര് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഹോള് മുഴുവൻ സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ കൃത്യമായിട്ടാണ് ഉത്തരവാദിത്വത്തോടുകൂടിയാണ് ഈ വിഷയം ചെയ്യണത്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് പുതിയ തീരുമാനം എന്തെങ്കിലും വരികയാണെങ്കിൽ നാളെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആ വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരത് കാണാൻ വേണ്ടി മാക്സിമം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 2 സാക്ഷ്യങ്ങൾ വീതം ഇടുന്നുണ്ട്. പിന്നെ 24 മണിക്കൂറും പ്രീമിയറായിട്ട് സാക്ഷ്യം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാക്ഷ്യമൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഷെയർ ചെയ്തേക്കണം. നിങ്ങൾക്കൊരു മുടക്കമില്ല. കാര്യം ദൈവത്തെ അറിയാത്ത ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസം കുറവുള്ളവരുടെ ആൾക്കാരുടെ അവിടെ എല്ലാം ഇത് നിങ്ങൾ സുവിശേഷമായിക്കൊള്ളണം. അപ്പോൾ അത്രയും മനോഹരമായി ദൈവം, അതായത് അമ്മ ഇറങ്ങി നിന്ന് ഇത്രയും വലിയ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ അത് കാണുന്ന നമ്മൾ മാത്രമായിട്ട് കാണരുത്. അപ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കാണാൻ വേണ്ടി ആവേശത്തോടെ ഷെയർ ചെയ്യണം. ചില ആൾക്കാർക്ക് കൂട്ടുകാരോടൊക്കെ ഞാനിങ്ങനെ ദൈവവിശ്വാസിയാണെന്നൊക്കെ പറയാൻ ഭയങ്കര ഉളുമ്പാണ്. അതുതന്നെയാണ് ദൈവത്തിനെ ഏറ്റുപറയാത്ത അവസ്ഥ. അത് നിങ്ങളൊരിക്കലും ചെയ്യരുത്. നിങ്ങൾ വിശ്വാസിയാകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ 10:32 അനുസരിച്ചുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ കർത്താവിനെ ഏറ്റുപറയുന്നവരെ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഉടമ്പടിയിൽ ദൈവം നിങ്ങളെ ഏറ്റുപറഞ്ഞാൽ നിങ്ങളുടെ കാര്യം എല്ലാം സാക്ഷി പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ചമ്മാതെ ചലിക്കാതെ ചളിപ്പ് കാണിക്കാതെ കിട്ടണ സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യണം. ഇപ്പോൾ കൃപാസനത്തെ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അല്പ ക്രിസ്ത്യാനികളുണ്ട്. എന്താ കാര്യം വെച്ചാൽ അവർ വിചാരിക്കണം, അയ്യോ ഞാനും വലിയ ആത്മീയ ജീവിയായിട്ട് വല്ലവരും അറിഞ്ഞാൽ എനിക്ക് കുറച്ചിലല്ലേ. അപ്പോൾ അത് ദൈവത്തെ അംഗീകരിക്കേണ്ടത് പോരായ്മയുടെ കരുതന കൊണ്ട് അവർ അത്തമ വികാരങ്ങൾ ഏൽപ്പിക്കപ്പെടുമെന്ന് റോമ 1:29 പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃപാസനത്തിൻ്റെ എന്ത് കിട്ടിയാലും നിങ്ങൾ അപ്പം തന്നെ ഷെയർ ചെയ്യണം. അതനുസരിച്ച് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. കാര്യം എന്താണ്? ആ ദൈവത്തെ അംഗീകരിക്കുകയാണ് നമ്മൾ. ദൈവത്തെ അംഗീകരിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ദൈവത്തെ അംഗീകരിക്കുമ്പോൾ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. അപ്പോൾ സുവിശേഷ പ്രവർത്തനമാണ് ലക്ഷ്യം നമ്മളെ. അപ്പം അതുകൊണ്ട് ആരും അതിൻ്റെ അകത്ത് യാതൊരു ചുളിപ്പും കാണിക്കേണ്ട. കൃപാസനത്തിൻ്റെ ലക്ഷ്യം സുവിശേഷം അറിയാത്തവരെ അറിയിക്കുക തന്നെയാണ്. യേശുവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ അതിൽ ആഴപ്പെടുത്തുക. അതിന് മതമാറ്റമോ ജ്ഞാനസ്ഥാനമോ അങ്ങനെ ഒരു കേസ് കെട്ടുമില്ല. കർത്താവിനെ അറിയിക്കുക എന്നുള്ളത് ഞങ്ങൾ അനുഭവിച്ച യേശുവിനെ നിങ്ങളുടെ ഒരു സങ്കടകാലത്ത് നിങ്ങൾക്ക് പകർന്നു തരും. നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ അത് മതമാറ്റമൊന്നുമല്ല. കർത്താവിൽ വിശ്വസിച്ച് നിങ്ങൾക്ക് രോഗം സൗഖ്യപ്പെടുകയാണെങ്കിൽ അത് മനുഷ്യരോടുള്ള സ്നേഹമാണ്. മനുഷ്യരോടുള്ള സ്നേഹമാണ് ഞങ്ങൾ കാണിക്കുന്നത് ക്രിസ്തുവിൻ്റെ പേരിൽ. അല്ല വേറെ അതിൻ്റെ അകത്ത് ആരും ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ഒരു കഥയുമില്ല. ഞാനത് നേരിട്ട് പറഞ്ഞതേ മാത്രമേ ഉള്ളൂ എൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ. അതുകൊണ്ട് നിങ്ങൾ മതമാറ്റമാണ്
അങ്ങനെയുള്ള യാതൊരു ശങ്കയും നിങ്ങൾക്ക് വേണ്ട. കാര്യം ഞങ്ങൾ പക്ഷേ ക്രിസ്തുവിനെ പറയും. കാര്യം ക്രിസ്തു ഞാൻ അനുഭവിച്ച ക്രിസ്തുവിനാണ് ഞാൻ പറയണത്, അല്ല നാട്ടുകാരനുഭവിച്ച ക്രിസ്തുവിനെ അല്ല. പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർക്ക് അനുഭവങ്ങളുണ്ട്. ആ സാക്ഷി വിട്ട് തരും. നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടത് സാക്ഷ്യത്തോടാണ്. നിങ്ങൾ സാക്ഷ്യത്തോടെ ഫൈറ്റ് ചെയ്യണം. ഇതുപോലുള്ള സാക്ഷ്യങ്ങൾ പറയാൻ ഒരു വ്യക്തിക്ക് ധൈര്യമായിട്ട് കോഴിക്കോട് നിന്ന് കാശും മുടക്കി ഇവിടെ വരികയാണ് നേഴ്സ്. വേറെ എന്തിനാ വന്നത് ചോദിച്ചാൽ പറയുമ്പോൾ സാക്ഷ്യം പറയാൻ വന്നതാണെന്ന്. അവർക്ക് എന്നാ 1500 രൂപ മുടക്കി ഈ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വരണത്? അത് അവരുടെ കിട്ടിയ അനുഭവങ്ങളാണ്. അനുഭവം കിട്ടിയവൻ അത് വെച്ചുകൊണ്ടിരിക്കത്തില്ല. അത് ഹോട്ട് പൊട്ടറ്റോ പോലെയാണ്, നമ്മുടെ കൈ ഇരിക്കത്തില്ല, അങ്ങനെ അടുത്ത ആളിനെ കൊടുക്കും നമ്മൾ. അതുപോലെ തീവ്രതയോടുകൂടെ യേശുവിനെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ ദൈവം നിങ്ങളെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് വ്യക്തമാകും. ദൈവം നിങ്ങളിൽ മഹത്വപ്പെടും. ദൈവം നിങ്ങളിൽ മഹത്വപ്പെടട്ടെ. നിങ്ങളും കർത്താവിൻ്റെ സാക്ഷികളാകട്ടെ. ഉത്ഥാനത്തിൻ്റെ ഈ കാലയളവിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷികളായിരിക്കും. കർത്താവിന് സാക്ഷികളാകും. ഉടമ്പടി എടുക്കുന്ന എല്ലാ മക്കളും കർത്താവെ ഞാൻ നിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അഭിഷേകത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഉടമ്പടി നിയോഗങ്ങൾ ദിവികാരുടെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ